വീക്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1994 പുറത്തിറങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് ഗംപ് എന്ന ഇംഗ്ലീഷ് ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം മേ ബി നിങ്ങൾ സ്റ്റാറ്റസുകളിലോ റീൽസിലോ സ്റ്റോറീസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഫോറസ്റ്റ് ഗംപ്. ഞാൻ ഈ ചിത്രം ചൂസ് ചെയ്യാനുള്ള കാരണം മേ ബി ഒരു ഭൂരിപക്ഷം മലയാളികൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് വേൾഡ് വൈഡ് വളരെ ഫേമസ് ആണെങ്കിൽ പോലും ഈ മലയാളികളിൽ കൂടുതൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നവരോ അല്ലെങ്കിൽ കുറച്ച് സിനിഫൈൽസ് മാത്രമായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചിത്രം ഒരു റീമേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാൽ സിംഗ് ചദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അമീർ ഖാന്റെ ചിത്രം ഈ ചിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ചിത്രത്തിന്റെ ജോണർ എന്ന് പറയാനാണെങ്കിൽ ഒരു റൊമാൻസ് കോമഡി ഡ്രാമയാണ് ഇതിന്റെ ജോണർ. ഈ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത് റോബർട്ട് സെമക്കിസ് ആണ്. പുള്ളിക്കാരന്റെ ബാക്ക് ടു ദ ഫ്യൂച്ചർ 1, 2, 3 അതുപോലെ തന്നെ കാസ്റ്റവേ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആളുടെ വർക്ക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്ക്സ് ആണ് ഫോറസ്റ്റ് ഗംപും അതുപോലെ തന്നെ കാസ്റ്റവേ. ഇതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫോറസ്റ്റ് ഗംപാണ്. എനിക്ക് പുള്ളിക്കാരന്റെ മാസ്റ്റർ പീസ് ആയിട്ട് തോന്നിയത് ഫോറസ്റ്റ് ഗംപാണ്. ബാക്കി ബാക്ക് ടു ദ ഫ്യൂച്ചർ അടിപൊളിയാണ്, കാസ്റ്റവേ അടിപൊളിയാണ്, നല്ല സർവൈവൽ ത്രില്ലറാണ്. ഞാൻ വേറെ വീഡിയോയിൽ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഫോറസ്റ്റ് ഗംപിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഇതിന്റെ എഴുത്തുകാരനിലോട്ട് വരാം. വിൻസ്റ്റൺ ഗ്രൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഇത് എഴുതിയിട്ടുള്ളത്. പുള്ളിക്കാരൻ തന്നെ എഴുതിയിട്ടുള്ള 1986 പുറത്തിറങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് ഗംപ് എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. ആൻഡ് റൈറ്റിംഗ് ഇസ്, ഞാൻ പറയട്ടെ, ഒരു മനസ്സ് തട്ടിപ്പോവും. എനിക്ക് ക്ലൈമാക്സിലൊക്കെ ഇത് വളരെ സങ്കടം വരുന്നതോ അല്ലെങ്കിൽ നമ്മളെ സാഡ് ആക്കുന്നതോ അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുന്നതോ തരത്തിലുള്ള സിനിമ ഒന്നല്ല. പക്ഷെ എനിക്ക് ഇമോഷണലി വളരെയധികം കണക്ട് ആയതും ചില സീനുകളിൽ കണ്ണ് നനയിപ്പിച്ചതുമായിട്ടുള്ള സിനിമയാണ് ഫോറസ്റ്റ് ഗംപ്. ഈ സിനിമയുടെ കാസ്റ്റിലോട്ട് വരാണെങ്കിൽ ആദ്യം പറയേണ്ടത് ടോം ഹാങ്ക്സ് ആണ്. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആക്ടറാണ് ടോം ഹാങ്ക്സ്. ഒരു ഡിക്കാപ്രിയോ ഒക്കെയാണ് എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട നിലവിലെ ഒരു ആക്ടർ എന്ന് പറയാനുള്ളത് ഹോളിവുഡിലൊക്കെ. അപ്പോ അതിനു മുമ്പ് ഡിക്കാപ്രിയോക്ക് മുമ്പ് ഒരു ഡിക്കാപ്രിയോ ഉണ്ടായിരുന്നെങ്കിൽ അത് ടോം ഹാങ്ക്സ് ആണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ടോം ഹാങ്ക്സിന് ശേഷം ഒരു ടോം ഹാങ്ക്സ് ഉണ്ടെങ്കിൽ അത് ഡിക്കാപ്രിയോ ആണ്. അതെന്ന് വെച്ചാൽ അവർ തമ്മിൽ എനിക്ക് വളരെ ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവരുടെ പെർഫോമൻസുകൾ. ഡിക്കാപ്രിയോ കുറച്ചുകൂടി മുന്നാണെങ്കിൽ പോലും ടോം ഹാങ്ക്സ് സൂപ്പർ. ലൈക്ക് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിട്ടുള്ള മിക്ക സിനിമയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറബിൾ ആണ്, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പീക്ക് ആയിരിക്കും. അതുപോലെ ഇതിൽ തന്നെ ഒരു വളരെ ലോ ഐക്യു ആയിട്ടുള്ള റോളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ ഫോറസ്റ്റ് ഗംപ് എന്ന ക്യാരക്ടറിന് ഐക്യു വളരെ കുറവാണ്. ആൻഡ് ടോം ഹാങ്ക്സ് അത് തകർത്ത് വെച്ചിട്ടുണ്ട്. ഒരു കിഡിലാണ്, മനസ്സിൽ നമുക്ക് തങ്ങി നിൽക്കുന്ന ക്യാരക്ടറാണ് ഫോറസ്റ്റ് ഗംപ്, ഒരിക്കലും മറക്കൂല. അപ്പോ ക്യാരക്ടറുടെ പേര് മനസ്സിലുണ്ടാവില്ല, ഫോറസ്റ്റ് ഗംപ് എന്നാണ് ടോം ഹാങ്ക്സ് ചെയ്ത ക്യാരക്ടറിന്റെ പേര്. അതുപോലെ റോബിൻ റൈറ്റ്, പുള്ളിക്കാരിയാണ് ഇതിൽ നായിക. നായിക എന്ന് പറഞ്ഞാൽ കുറച്ച് സീനുള്ളൂ ഇതിൽ, റൺ ടൈം വളരെ കുറവാണ് ഉണ്ട്. കാരണം നായിക പ്രാധാന്യം വളരെയധികം ഉള്ളതല്ല ഇതിൽ. കാരണം ഇതിൽ ഫോറസ്റ്റ് ഗംപിന്റെ സ്റ്റോറിയാണിത്, ഫോറസ്റ്റ് ഗംപിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇത് മൊത്തം കാണിക്കുന്നത്. അപ്പൊ റോബിൻ റൈറ്റ് ആണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. ജെന്നി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഗാരി സെനിസിന്റെ ഈ ലൂട്ടനന്റ് ഡാൻ ടൈലർ. അതെനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പുള്ളിക്കാരൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോം ഹാങ്ക്സിന്റെ മദർ ആയിട്ട് ഇതിൽ മിസ്സസ് ഗംപ് ആയിട്ട് ചെയ്തിട്ടുള്ളത് സാലി ഫീൽഡ് ആണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഇതിലെ കാസ്റ്റ്. ഇനി നമുക്ക് സ്റ്റോറി ലൈനിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഗംപ് എന്നുള്ള ഒരു വ്യക്തിന്റെ ജീവിതം മൊത്തമാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. പക്ഷെ ചെറുപ്പം തൊട്ട് ആളുടെ ഒരു അത്യാവശ്യം വാർദ്ധക്യം തൊട്ട് മുമ്പ് ഉള്ള ഒരു 19 വയസ്സ് വരെയുള്ള ഒരു ലൈഫ് ഹിസ്റ്ററി, മീൻസ് ആ ലൈഫ് ഒരു ബയോപിക് എടുത്ത പോലെയൊക്കെ ഉണ്ടാവും. അത് ടോം ഹാങ്ക്സ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ തകർത്തി വെച്ചിട്ടുണ്ട്. ആ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു പെർഫോമൻസിന്റെ എന്താ പറയാ, നമ്മൾ കണ്ടിരുന്ന് പോവാ പെർഫോമൻസ് എന്നുവെച്ചാൽ വളരെ ഐക്യ കുറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടനായിട്ടും എന്നാൽ തന്റെ കുറവുകൾ തനിക്ക് മനസ്സിലാവണ്ടല്ലോ. അറിയാലോ, ലോ ഐക്യമാണ് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. തനിക്ക് കുറവുണ്ടെന്ന് അങ്ങനെ ഒന്നും മനസ്സിലാക്കാത്ത ഒരാളാണ് ഫോറസ്റ്റ് ഗംപ്. അതില് വളരെ കൂളാണ്. തുടക്കം തന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഫോറസ്റ്റ് ഗംപ് ഇങ്ങനെ ഒരു സ്ട്രീറ്റിലുള്ള ചെയറിൽ ഇരുന്നിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീയോട് തന്റെ കഥ പറയാണ്. ലൈഫ് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ തന്നെ നീയാക്കുന്ന വട്ടാണ്. അപ്പൊ കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും ഏത് ഡ്രസ്സാണെങ്കിലും മറ്റേ ഷൂസ് എപ്പോഴും സാധാരണ നമ്മൾ സ്പോർട്സ് ഷൂ ഒക്കെ കെട്ടിയിട്ട് പുള്ളിക്കാരൻ നടക്കുക. അപ്പൊ ഒരു വിയേർഡ് കോമ്പിനേഷൻ ഒക്കെ ഡ്രസ്സിങ്ങിലൊക്കെ ഉണ്ടാവുക. പക്ഷെ ആള് ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ. അങ്ങനെയാണ് മുന്നോട്ട് പോകുക. എന്ത് സാഹചര്യം വന്നാലും അത് വളരെ സിമ്പിളായി ഫേസ് ചെയ്യും. കാരണം അതിനുള്ള ഐക്യമുള്ളൂ പുള്ളിക്കാരന്. ഇതാണ് ഇതിന്റെ സിനിമ. ഇതിനിടയിൽ പിന്നെ ബാക്കി ഇയാളെ ലവ് ലൈഫ്, ഇയാളെ സ്കൂള്, കോളേജ്, ചൈൽഡ്ഹുഡ്, അതൊക്കെ. ഈ ചൈൽഡ്ഹുഡിലൊരു റണ്ണിങ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ. ആദ്യം ഇയാൾക്ക് നടക്കാൻ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് മാറുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അത് മേ ബി നിങ്ങൾ സ്റ്റാറ്റസിലും സ്റ്റോറീസിലും കാണാൻ ചാൻസ് ഉള്ള ഒരു സീനാണ്. വളരെ ഫേമസ് സീനുമാണ്. അപ്പോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മസ്റ്റ് ആയിട്ട് കാണുമെന്ന് പറയും. മേ ബി IMDb-ലൊക്കെ വളരെയധികം റേറ്റിംഗ് ഉള്ള ടോപ്പ് 10 തന്നെ IMDb-ൽ ഉണ്ടാവേണ്ട ഒരു ചിത്രമാണിത്. ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അപ്പോൾ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക.
ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിലും ജിയോ ഹോട്ട്സ്റ്റാറിലും ആപ്പിൾ TV+ലും വരെ അവൈലബിൾ ആണ്. കാണാത്തവർ കണ്ടു നോക്കുക. എന്തായാലും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. കാണാത്തവർ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം. ബൈ.